ഇന്ന് നമുക്ക് പെന്നെ വിത്ത് മഷ്റൂം ആൻഡ് ക്രീം സോസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം വാ. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് മോറൽ മഷ്റൂമാണ്. കാശ്മീരിൽ നിന്ന് എനിക്ക് വന്നതാണ്. ഈ മഷ്റൂംസ് വേണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബട്ടൺ മഷ്റൂം യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി കൺവീനിയൻറ്റും ബെറ്ററാണ്. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഷാലറ്റ്സ്, ഗാർലിക്, സെലറി, പിന്നെ ഫൈനലി ചോപ്പ് പാസ്ലി ലീവ്സ്. ഇതാണ് നമ്മുടെ ബേസിക് മസാല. വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്ത് സോൾട്ടും ഓലിവ് ഓയിലും ഇട്ടിട്ട് പെന്നെ പാസ്താൻ എടുത്തേക്കുന്ന ഈ റെസിപ്പിന് വേണ്ടി പെന്നെ നമുക്ക് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു 8 മിനിറ്റ് ബോയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അത് സ്ട്രെയിൻ ചെയ്തിട്ട് വെള്ളം കളയരുത് കേട്ടോ. പിന്നെ ഒരു പാനിനകത്ത് ഓലിവ് ഓയിൽ, ചോപ്പ് ഗാർലിക്, ചോപ്പ് സാലറി, പിന്നെ ചോപ്പ് ചെയ്ത ഷാലറ്റ്സ് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ ആവരുത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂംസ് ഇടണം. മഷ്റൂം ജസ്റ്റ് ഒന്ന് ക്രിസ്പിയായി വരണം. അതിനുശേഷം നമ്മുടെ ബോയിലിൻ്റെ പാസ്ത വാട്ടർ ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്ത് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ പാസ്ത ഇടും. അതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്താവും ഈ മഷ്റൂം വാട്ടർ എല്ലാം കൂടിയിട്ട് ഈ പാസ്ത കുറച്ചും കൂടി ഫ്ലേവർഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് കുക്ക് ആയതിനു ശേഷം സോൾട്ടും ക്രഷ് പെപ്പറും പിന്നെ ഒരു 200 ml അമൂളിൻ്റെ ഫ്രഷ് ക്രീം ഒഴിച്ചാൽ മതി. പിന്നെ ഈ ക്രീം ഒഴിച്ചതിന് ശേഷം വളരെ സ്ലോ ഫയറിൽ വേണം കുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ക്രീം ഇങ്ങനെ കേർഡിലായി പോകും. ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചോപ്പ് ചെയ്ത പാസ്ലിയും ഗ്രേറ്റഡ് പാർമസൻ ചീസ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫയറിൽ ജസ്റ്റ് ഇളക്കിയിട്ട് പാസ്ത പ്ലേറ്റിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പാർമസൻ ചീസും ചോപ്പ് പാസ്ലി ഇട്ടാൽ മതി. Always remember this, everybody can cook and everybody has to cook.